ഹായ് ഹലോ കൂട്ടുകാരെ. ഇന്നത്തെ ഉച്ചയൂണ് സ്പെഷ്യൽ ഒരു ഓമയ്ക്കക്കറിയാണേ. ഓമയ്ക്ക മോര് കറി. അതിന് ഇന്ന് ആവശ്യമുള്ള സാധനം ഒരു ഓമയ്ക്ക, ചെറിയൊരു ഓമയ്ക്ക, തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, പച്ചമുളക്, പിന്നെ നമ്മുടെ മിക്സിയിൽ ഞാൻ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ മോര്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മോരാണേ. അപ്പം നമുക്ക് ആവശ്യമായ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ മോര് കറിക്ക് ആവശ്യമായ അരപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പപ്പായയെല്ലാം അരിഞ്ഞ് 3 പച്ചമുളകുമായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുക്കണം. ചട്ടി കുറച്ച് വെള്ളം എടുക്കണം. അങ്ങനെ ചട്ടി എടുത്ത് ചട്ടി കുറച്ച് വെള്ളവും എടുത്ത് അടുപ്പങ്ങോട്ട് കത്തിച്ച് ഇനി ഇതിലേക്ക് നമ്മുടെ പപ്പായ എല്ലാം കൂടെ അങ്ങോട്ട് ഇടാൻ പോകണം. അങ്ങനെ എല്ലാം കൂടെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ. ഇതിന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വേകണം ഈ വെള്ളത്തിൽ കിടന്ന്. അങ്ങനെ നമുക്ക് നമ്മുടെ പപ്പായ മോര് കറി ഇപ്പം റെഡിയാവേ. നമ്മുടെ ഈ പപ്പായ മോര് കറിയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പപ്പായയിലോട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ കളറെല്ലാം അങ്ങോട്ട് പിടിക്കട്ടെ. പിടിക്കുമ്പോഴത് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി എൻ്റെ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്. അങ്ങനെ നമ്മുടെ പപ്പായ വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ട് തിളയ്ക്കാൻ തുടങ്ങി. പപ്പായയ്ക്ക് അധികം വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് പപ്പായ. എന്നാലും ഒന്ന് നല്ലതുപോലെ വേകട്ടെ. അപ്പോൾ പപ്പായ വേകുന്ന സമയം കൊണ്ട് നമുക്കിത് താളിക്കാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ചെയ്ത് വെക്കാം. അത് ഞാൻ ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കുറച്ച് ഏറെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഉലുവ ഒരു ഔഷധ ഗുണമുള്ള സാധനമാണ്. ഉലുവ നമ്മുടെ ശരീരത്തിന് കേടുണ്ടാക്കുന്ന ഒന്നുമല്ല. നമ്മുടെ ശരീരം തണുപ്പിക്കാൻ ഉപയോഗിക്കുന്നൊരു സാധനമായിട്ടാണ് ഉലുവ എനിക്കറിയാവുന്നത്. അതുപോലെ കടുക് കുറച്ചിട്ടാൽ മതി. അതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ കടുക് ഉലുവയും പൊട്ടിത്തുടങ്ങുന്നുണ്ട്. പൊട്ടുന്ന ആ എണ്ണ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ. ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ ഉള്ളിയെല്ലാം മൂത്ത് വന്ന സമയം കൊണ്ട് നമ്മൾ വറ്റൽ മുളക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് വറ്റൽ മുളക് അങ്ങോട്ട് ഫ്രൈ ആയി വരുന്ന തീ നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പപ്പായ വെന്തിരിക്കുകയാണ്. അങ്ങനെ വെന്ത പപ്പായയിലോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അരപ്പ് ഇച്ചിരി വെള്ളം ഒഴിച്ചത് കഴുകി ഒഴിച്ച് അത് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. നല്ലതുപോലെ ഒന്ന് ചൂടായി കുറച്ച് കല്ലുപ്പിട്ടു. അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മോരൊഴിച്ചു കൊടുക്കുകയാണ്. മോരങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ആഹാ, ഇത് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയും ഏത്തയ്ക്ക പുളിശ്ശേരി ഇതൊക്കെ വിൽക്കുന്നത് പോലെ തന്നെ വെറൈറ്റി ആയിട്ടൊരു
പപ്പായ പുളിശ്ശേരി എന്ന് പറയാം. ആ പപ്പായ പുളിശ്ശേരി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ പപ്പായ പുളിശ്ശേരി നല്ലതുപോലെ ചൂടായ പപ്പായ പുളിശ്ശേരിയിലേക്ക് ഞാൻ നമ്മുടെ താളിച്ചതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത്, ഈ താളിച്ച് ചെല്ലുമ്പോഴാണ് ഏത് കറിക്കും ടേസ്റ്റ് കൂടുന്നത്. ഇനി ആ താളിച്ചതെല്ലാം കൂടെ മോര് കറിയിലോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു അരമണിക്കൂർ അടച്ച് വെക്കണം. അപ്പോൾ എൻ്റെ പപ്പായ പുളിശ്ശേരി ഇന്നത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആയോ, നമുക്ക് ഉച്ചയൂണ് കഴിക്കാവേ.